സുഹൃത്തുക്കളെ, മെയിൽ ഐ ഡി കീ സെൻസിറ്റീവ് അല്ല. മനസ്സിലായില്ല അല്ലേ? KKG ഇഫക്റ്റിന്റെ 138 എപ്പിസോഡിലേക്ക് സ്വാഗതം. ചില നുറുങ്ങ് അറിവുകൾ പറഞ്ഞു തരാം. മെയിൽ ഐ ഡി കീ സെൻസിറ്റീവ് അല്ല. അതായത് നിങ്ങളൊരു മെയിൽ ഐ ഡി സ്മോൾ ലെറ്ററിലോ ക്യാപിറ്റൽ ലെറ്ററിലോ ഇനി സ്മാളും ക്യാപിറ്റലും ഇടകലർത്തിയോ കൊടുത്തോളൂ, മെയിൽ പോകും. മനസ്സിലാക്കേണ്ടത് മെയിൽ ഐ ഡി കീ സെൻസിറ്റീവ് അല്ല എന്നാണ്. ഇനി എവിടെയെങ്കിലും മെയിൽ ഐ ഡി എഴുതേണ്ടി വന്നാൽ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിക്കോളൂ. അതേസമയം എല്ലാ പാസ്വേഡുകളും കീ സെൻസിറ്റീവ് ആണേ. ഇനി ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ഡോട്ടർ എന്നിവ ഒറ്റ വാക്കാണ്. ഇത് വിട്ടെഴുതിയാൽ, അതായത് ഗ്രാൻഡ് സ്പേസ് മദർ എന്ന് എഴുതിയാൽ അർത്ഥം വല്ലാതെ മാറും. മുത്തശ്ശി എന്നതിന് പകരം ഭയങ്കരിയായ അല്ലെങ്കിൽ സൂപ്പറായ അമ്മ എന്നാകും. കല്യാണക്കുറികളിൽ ഈ തെറ്റ് സാധാരണ കാണാറുണ്ട്. ചെറുമകനെ ഭയങ്കരനായ മകനും ചെറുമകളെ ഭയങ്കരിയായ മകളും ആക്കാതെ നോക്കൂ. ഇനി wherever, whenever, everybody, somebody, nobody, everywhere, nowhere ഇതൊക്കെ ഒറ്റ വാക്കാണ്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ രണ്ടായി സ്പേസ് ഇട്ട് എഴുതിയാൽ വാട്സപ്പോ മൈക്രോസോഫ്റ്റ് വേർഡോ തെറ്റാണെന്ന് കാണിച്ചു തരാത്തത് എന്താണ് എന്ന്. അതിന് കാരണം ഇതൊക്കെ വിട്ടെഴുതിയാൽ കിട്ടുന്ന രണ്ട് വാക്കുകളും ഭാഷയിലുള്ളത് കൊണ്ടാണ്. മിക്കവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അപ്ഡേഷൻ. ഈ വാക്കില്ല. അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റിംഗ് മാത്രമേ ഉപയോഗിക്കാവൂ. ഇൻഫർമേഷൻസ് തെറ്റാണ്, ഇൻഫർമേഷൻ ആണ് ശരി. ഡാറ്റാസ് തെറ്റാണ്, ഡാറ്റയാണ് ശരി. ഇൻഫർമേഷനും ഡാറ്റയ്ക്കും സിംഗുലറായി നിലനിൽപ്പില്ല. അതുകൊണ്ടാകാം ഈ വാക്കുകൾക്ക് മറ്റൊരു പ്ലൂരൽ ഫോം ഇല്ലാത്തത്. പിന്നെ കോപ്പ് അപ്പ് വിത്ത് സിറ്റുവേഷൻ തെറ്റാണ്, കോപ്പ് വിത്ത് സിറ്റുവേഷൻ ആണ് ശരി. സുഹൃത്തുക്കളെ, ഒരറിവും ചെറുതല്ല. ബൈ ഫ്രം KKG.